ഒരു കാര്യം ഉറപ്പാണ്, ഹരിയാനയിൽ ഒരൊറ്റ ഡി സി സി പ്രസിഡന്റുമാർ പോലും ഇല്ല കേട്ടോ. ഹരിയാന പൂർണ്ണമായിട്ടും ഡി സി സി പ്രസിഡന്റുമാർ ഇല്ലാത്തൊരു സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞു. അതേപോലെയാണ് മിക്ക സംസ്ഥാനങ്ങളിലും ഡി സി സി പ്രവർത്തനക്ഷമമേ അല്ല എന്നുള്ളതാണ്. ലോവർ പാർട്ടിയിൽ താഴ്ന്ന ഘടകങ്ങളൊന്നും തന്നെ സജീവമല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഘടകം. അതുകൊണ്ട് താഴെത്തട്ടിൽ നിന്ന് കെട്ടിപ്പടുക്കുക. അതിലെല്ലാ കാലത്തും 1970-കളിലൊക്കെ ഈ ഇന്നർ പാർട്ടി നിശ്ചയിച്ചിരുന്നത് ഈ ഡി സി സിമാരാണ്. ഓരോ സംസ്ഥാനത്തെയും ജില്ലാ കേന്ദ്രങ്ങളിലെ ജില്ലാ അധ്യക്ഷന്മാരാണ് ശക്തിദുർഗങ്ങളായിരുന്നത്. അതേപോലെയുള്ള ജില്ലാ അധ്യക്ഷന്മാർ ശക്തമായിട്ട് വരണം. കേരളത്തിൽ തന്നെ നോക്കൂ, കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ജില്ലാ അധ്യക്ഷന്മാരിൽ ഒന്ന് എറണാകുളം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ മലപ്പുറം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. തൃശ്ശൂർ ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ അവിടെ തല്ലുകൂടിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഡി സി സി അധ്യക്ഷന്മാരുടെ പ്രകടനം കോൺഗ്രസിൻ്റെ ശക്തിയെ തീരുമാനിക്കുന്നു. അത് ഏറെക്കുറെ നന്നായി പ്രവർത്തിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഡി സി സി എന്ന് പറയുന്ന പൊസിഷൻ പോലുമില്ല, ഡി സി സി അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി പോലും ഇല്ലാത്ത സാഹചര്യമാണ്. അവിടെ നിന്നാണ് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും വരുന്ന നാളുകളിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന വെല്ലുവിളി ആരാണ് ലീഡർ എന്നുള്ളത്, ആ ലീഡറിൻ്റെ കരിസ്മ മോദിക്കും അപ്പുറം നിൽക്കുന്ന ഒരു കരിസ്മയായി മാറുക എന്നുള്ളത്, രണ്ട് പറയാൻ പോകുന്ന മെസ്സേജ് എന്നുള്ളത് അത് വളരെ വ്യക്തമായും കൃത്യമായും ജനങ്ങളെ സ്പർശിക്കുന്നതുമാവുന്ന ഒരു മെസ്സേജ്. മുദ്രാവാക്യങ്ങളല്ല, തരൂര് പറഞ്ഞതുപോലെ ജനങ്ങളുടെ കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന പോസിറ്റിവിറ്റിയുള്ള ഒരു സംഘടനയായി പാർട്ടിയെ മാറ്റാൻ കഴിയുക എന്നുള്ളതാണ്.